ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും, വൻ കാര്യങ്ങളോ? എന്ത് വൻ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? നമുക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ല ഉയർച്ച ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് ഇന്നതെല്ലാം കിട്ടിയിട്ടുണ്ട്, എനിക്ക് നല്ല ജോലിയിൽ നല്ല ഉയർച്ച കിട്ടി, എനിക്ക് സാലറി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഇല്ലയെന്ന് തോന്നുന്ന ആൾക്കാർ, സങ്കടമാണെന്ന് തോന്നുന്ന ആൾക്കാർ, എൻ്റെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിചാരിക്കും, എന്ത് വൻ കാര്യമാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്, എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല ദൈവം എന്ന് ചിന്തിക്കാൻ വളരെയേറെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ദൈവം എന്താണ് നമുക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, എൻ്റെ ദൈവം എനിക്ക് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൻ കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും അതെല്ലാം ദൈവത്തിന് വേണ്ടി ഒരു മഹത്വത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് വൻ കാര്യമായിട്ടാണ് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പുറത്തോട്ട് പോയി വന്നു കഴിയുമ്പോഴത്തേക്കും സഡൻലി ഇപ്പം നമ്മുടെ പിള്ളേർ നമുക്കുള്ള ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ തണുത്ത ഒരു നാരങ്ങളും അവർ കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ. വരുമ്പോൾ തന്നെ അമ്മ അത് കുടിക്കുക, വരുമ്പോൾ തന്നെ അവനൊക്കെ ചെയ്ത് വെച്ചല്ലോ, എന്ത് തോന്നിയെന്നാവോ, നമ്മൾ ചിന്തിക്കണം എന്ത് പറ്റിയിടാ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നില്ലേ. അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ സമർപ്പിച്ചാൽ അതൊരു വൻ കാര്യമാണ്. എന്ത് ചെറിയ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടൊക്കെ കടിച്ച് വാരി ക്ലീൻ ചെയ്ത് നമ്മുടെ പിള്ളേർ വെച്ചിട്ടുണ്ട്. ഡെയിലി ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾക്കത് സർപ്രൈസ് ആയിരിക്കും, അവൻ എന്തായാലും ചെയ്തല്ലോ, അല്ലെങ്കിൽ അവൾ എന്തായാലും ചെയ്തെന്നല്ലോ നമ്മൾ ചിന്തിക്കും. അതൊക്കെ നമുക്ക് വൻ കാര്യങ്ങളായിട്ട് നമുക്ക് ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കാം. പിന്നെ ജീവിതത്തിൽ സങ്കടമാണ്, ദുഃഖമാണ്, ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ എനിക്ക് ദുഃഖമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ജീവിതത്തിൽ ഒന്നും സന്തോഷിക്കാൻ ഇടവന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഓർഫനേജിലൊക്കെ ജീവിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഈവൻ അപ്പൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ജീവിച്ച ആൾക്കാർ പോലും പറയും, എനിക്കൊരു സന്തോഷം കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പാരൻസ് സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു പരിഗണന നൽകിയിട്ടില്ല, വളരെ കഷ്ടപ്പാടായിരുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല, നല്ലൊരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല, വളരെ കഷ്ടത നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു, അത് വലുതായിട്ടും അങ്ങനെ തന്നെ, എനിക്ക് കഷ്ടപ്പാടുന്ന ഒരു മോചനം ഇല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ടല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ പറയുമല്ലേ. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക, നമ്മൾ ഈ ഒരു കഷ്ടതയുടെ ഇടയിൽ പോലും നമ്മൾ ദൈവത്തിന് നമ്മൾ ചിന്തിക്കില്ല, എൻ്റെ ദൈവമേ, അങ്ങനല്ലേ പറയുന്നത്, എൻ്റെ ദൈവമേ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ദുഃഖം തന്നത്. നമ്മൾ ദൈവത്തോട് ചോദിക്കില്ലേ, എനിക്കെങ്ങനെ ഈ ഒരു ദുഃഖം എനിക്ക് എങ്ങനെ വന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തത്, നമ്മളങ്ങനെയൊക്കെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, ദൈവമേ എന്ന് വിളിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ദൈവം കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ടത ദൈവമഹത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ചെറുപ്പത്തിലെ അനുഭവിച്ച ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും അബ്യൂസസ്, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞിരിക്കാതെ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വന്ന് കഷ്ടതയാണ്, നമുക്കിനി ഒരു ക്ലോക്ക് തിരിച്ച് നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോയി നമുക്കത് നല്ലതായിട്ട് വരാത്താൻ പറ്റില്ല, അത് സംഭവിച്ചു, അത് നമ്മുടെ ഇന്നർ ചൈൽഡിൽ അതൊരു പെയിനായിട്ട് നിൽക്കുന്നുണ്ട്, ശരിയാണ്, അതിന് നമുക്കിനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യുന്ന ഒരേ ഒരു കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം എൻ്റെ ദൈവത്തിന് മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നമ്മളതൊന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കണേ. എല്ലാം എന്തൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ആരിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ വിഷമങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തെല്ലാം സങ്കടങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഒതുക്കുന്നുണ്ട്. നമുക്ക് ദുഃഖങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമെ നമ്മൾ ചിരിച്ചിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അല്ലേ. സങ്കടങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ, ആ സങ്കടങ്ങൾ നമ്മൾ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കണേണ്. ഒരു മനുഷ്യനോട് തുറന്നു പറയാതെ, അല്ലെങ്കിൽ ഒരാളോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാണ്ട് നമ്മളതങ്ങോട്ട് വിഷമിച്ച് വിങ്ങിപ്പൊട്ടി ദൈവത്തിൻ്റെ ഒരു വചനം, ഒരു വാക്കെടുത്തിട്ട്, എൻ്റെ ദൈവമേ
എൻ്റെ ഈ വേദനകളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കണേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഓരോ വേദനയും എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ കുത്തുവാക്കുകളും ഓരോരോ നമ്മുടെ പരദൂഷണങ്ങളാണെങ്കിലും കുറ്റപ്പെടുത്തലാണെങ്കിലും നീ അങ്ങനെ നന്നാവില്ല, നീയൊക്കെ അനുഭവിക്കും എന്നൊക്കെ പറയുന്ന ഓരോ പ്രാക്കൊക്കെ ഉണ്ടല്ലോ. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. അതിന് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതേപോലെ നമ്മളൊരാളെയും രാകാനാ, നമ്മളൊരാളെയും വിഷമിപ്പിക്കാനാ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് കീറി മുറിച്ച് അങ്ങനെയാണ് പറയാൻ നിൽക്കണ്ട. ചിലപ്പോൾ ചില സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. ഒപ്പത്തിനൊപ്പം സംസാരിക്കേണ്ടി വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണുണ്ടോ, ഞാൻ പറഞ്ഞ എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ പറയും. എനിക്ക് എന്ത് വന്നാലും എൻ്റെ ദൈവത്തിന് മഹത്വമാണ്, എൻ്റെ കഴിവല്ല, എല്ലാം ദൈവത്തിൻ്റെ കഴിവാണ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ജീവിക്കുക. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോ ദിവസത്തെയും നമ്മൾ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി എല്ലാം ദൈവമഹത്വത്തിനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കും, ഉറപ്പാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ.